നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദിയിലെ അൽ ഹിലാൽ അൽ നസർ പ്രശ്നം രൂക്ഷമാവുകയാണ്. ഇന്ന് സൗദി പ്രോ ലീഗിൽ അൽ നസറും അൽ ഷബാബും തമ്മിൽ കളിയുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് ലവാൽ പാർക്കിലാണ് ഈ കളി. ഇതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഓർഗെ ഹീസസിനോട് ചോദ്യങ്ങൾ. ആ ചോദ്യത്തിലൊന്ന്, എന്തുകൊണ്ടാണ് അൽ നസർ പ്ലേയേഴ്സ് റഫറിമാരോട് ഫൗള് വിളിക്കണം, അതായത് പോസിബിൾ ഫൗളിന് പ്രഷർ ഇടാത്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അൽ നസറിന് അൽ ഹിലാലിൻ്റെ പോലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന്. അതായത് റഫറിമാരോട് അൽ നസർ താരങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അൽ ഹിലാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. തീർച്ചയായിട്ടും ഇത് അൽ ഹിലാൽ അത്ര നല്ല രൂപത്തിലല്ല എടുത്തത്. സ്വാഭാവികമായിട്ടും അവർ നല്ല രൂപത്തിലെടുക്കില്ല. അവരുടെ വിജയങ്ങൾക്കൊക്കെ പുറകിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന തരത്തിൽ സംസാരിച്ച പിന്നെ അതും അവരുടെ മുൻ കോച്ചായിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആളാണിത് പറയുമ്പോൾ അയാൾ പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ ഫുട്ബോൾ ലോകത്തുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതവർക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ് റിലീസ് ഇറക്കിയിരിക്കുകയാണ് ക്ലബ്ബ്. അതിൽ വളരെ കൃത്യമായിട്ട് ക്ലബ്ബ് പറയുന്നുണ്ട്, ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. രാജ്യം മികച്ച രൂപത്തിൽ ഫുട്ബോളും മറ്റ് കായിക ഇനങ്ങളിലൊക്കെ നവോത്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വലിയ ഡാമേജ് ഉണ്ടാക്കും. ഏതായാലും ഇതിനെതിരെ പരാതിയുമായിട്ട് പോവുകയാണെന്ന് തന്നെ അൽ ഹിലാൽ പ്രസ് റിലീസ് ഇറക്കുന്നു. അൽ ഹിലാലിൻ്റെ പ്രസ് റിലീസിൽ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. അതിലവർ പറയുന്നത്, അൽ ഹിലാൽ ക്ലബ് എക്സ്പ്രസ്ഡ് ഇറ്റ്സ് കണ്ടംനേഷൻസ് ഓഫ് ദി ഇറസ്പോൺസിബിൾ മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ അൽ നസർസ് പോർച്ചുഗീസ് കോച്ച് ഹോർഗെ ഹീസസ് റിഗാർഡിംഗ് അൽ ഹിലാൽ ക്ലബ്ബ്. അപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അൽ ഹിലാലിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അൽ നസർ കോച്ച് ഇറക്കിയിട്ടുള്ള ഇറസ്പോൺസിബിളായിട്ട് നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ, അയാൾ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ആരോപണങ്ങളാണുള്ളത്. ഇപ്പം ഇവിടെ ഈ രാജ്യത്ത് ഇതിനു മുമ്പുണ്ടാവാത്ത വിധത്തിലുള്ള ഒരു കായിക നവോത്ഥാനമാണ് സ്പോർട്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വലിയ നേതാക്കന്മാരുടെ ലീഡർഷിപ്പ് കൊണ്ടും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗദി ഫുട്ബോള് വലിയ താരങ്ങളെയും ആരാധകരെയും ഒക്കെ ഓൾ ഓവർ ദി വേൾഡിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോമ്പറ്റിറ്റീവ് ലെവൽസ്, ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷനുകളിൽ നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തീർച്ചയായിട്ടും ഇവിടുത്തെ സ്പോർട്സിൻ്റെ ഒരു ലക്ഷ്യത്തിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ളതല്ല. ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ, ഫിഫയുടെ തലത്തിലുള്ള കായിക വിനോദങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുമായിട്ട് ഈ പ്രസ്താവന ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. ഫുട്ബോളിൻ്റെ നിഷ്പക്ഷത, അതിൻ്റെ സമഗ്രതയുടെ സംരക്ഷണം, മത്സരത്തിൻ്റെ ഐക്യം എന്നിവയുടെ ഈ കാര്യങ്ങളൊന്നും ഇതിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോമ്പറ്റൻ്റ് അതോറിറ്റീസിന് പരാതി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് അൽ ഹിലാൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും അൽ ഹിലാൽ അൽ നസർ വൈരം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നു എന്ന് വേണം കാണാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.